ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഞങ്ങളുടെ അടുത്തുനിന്ന് 26 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മാർക്കണ്ഡേയ മന്ദിറിലേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മാർക്കണ്ഡേയ മുനിയെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലത്താണ് മാർക്കണ്ഡേയ മന്ദിർ എന്ന് സ്ഥിതി ചെയ്യുന്നത്. ഹരിയാനയിലെ കുരുക്ഷേത്ര ജില്ലയിലെ ഷാഹബാദ് എന്നുള്ള സ്ഥലത്താണ് മാർക്കണ്ഡേയ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. മാർക്കണ്ഡേയ മന്ദിറിൻ്റെ ബഹുമാനാർത്ഥം ആ സ്ഥലം ഇപ്പോൾ അറിയപ്പെടുന്നത് ഷാഹബാദ് മാർക്കണ്ഡ എന്നാണ്. 18 ഹിന്ദു പുരാണങ്ങളിൽ പ്രസിദ്ധമായ മാർക്കണ്ഡേയ പുരാണം പറയുന്നത് മാർക്കണ്ഡേയ മഹർഷിയുടെ കഥയാണ്. ചിരഞ്ജീവിയായ മാർക്കണ്ഡേയ മുനി ജീവിച്ചിരുന്ന ശിവഭക്തനായ അദ്ദേഹം ശിവനെ ആരാധിച്ചിരുന്ന സ്ഥലത്താണ് ഇന്നത്തെ മാർക്കണ്ഡേയ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും മാർക്കണ്ഡേയ മുനിയുടെ കഥ. എന്നാലും ഞാൻ പറയാം. മൃഗണ്ഡ മഹർഷിയും ഭാര്യ മനസ്വിനിയും മക്കളില്ലാതെ വിഷമിച്ച് ശിവഭഗവാനെ തപസ് ചെയ്ത് അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുത്തി. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാ സദ്ഗുണങ്ങളോടുകൂടിയും 16 വയസ്സ് വരെ മാത്രം ആയുസ്സുള്ള ഒരു മകനെ വേണോ, അതോ ദീർഘായുസ്സായ ദുഷ്ടനായ ഒരു മകനെ വേണോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സദ്ഗുണസമ്പന്നനായ ഒരു മകനെ മതിയെന്ന്. അങ്ങനെ ഭഗവാൻ മൃഗണ്ഡ മഹർഷിക്ക് അനുഗ്രഹം നൽകിയുണ്ടായ മകനാണ് മാർക്കണ്ഡേയ മുനി. അപ്പോൾ നമ്മളിത് മാർക്കണ്ഡേശ്വർ മന്ദിറിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ ഒരു വലിയ വിശാലമായ പാർക്കിംഗ് ഉണ്ട്. ഞങ്ങളിത് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പോവുകയാണേ. അപ്പോൾ ഇവിടെ പാർക്കിംഗ് ഫീസൊന്നുമില്ല, പക്ഷേ അവർ ഒരു സ്ലിപ്പ് കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തോന്നുന്നത് എത്രയാണോ ആ പൈസ അവിടെ കൊടുക്കാം. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ദേ അമ്പലത്തിലേക്ക് പോവുകയാണേ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മാർക്കണ്ഡേയൻ വേദങ്ങളും മറ്റ് കാര്യങ്ങളുമൊക്കെ പഠിച്ച് മിടുക്കനായി വളർന്നേ. 6 വയസ്സ് വരെ തനിക്ക് ആയുസ്സുള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയായിരുന്നു. പാവരമ്മൂമ്മയല്ലേ. അങ്ങനെ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങിച്ചത് അമ്പലത്തിലേക്ക് പോവുകയാണ്. കുറച്ച് സ്റ്റെപ്സ് താഴോട്ട് ഇറങ്ങിയിട്ട് വേണം അമ്പലത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ. അപ്പോൾ നമ്മൾ നടന്ന് പോകുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ വാഷ്റൂം ഉണ്ട്. അവിടെ നിന്ന് മുമ്പോട്ട് പോയി പിന്നെ ഇത്തിരി കൂടി നടക്കുമ്പോഴാണ് നമ്മൾ അമ്പലത്തിലേക്ക്. അപ്പോൾ നേരെ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്നത് പാർക്കാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു അമ്പലത്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇത്രയും വലിയ പാർക്ക് കാണുന്നത്. മാർക്കണ്ഡേയനാണെങ്കിൽ ഒരു വലിയ ശിവഭക്തനായിരുന്നു. അപ്പോൾ തനിക്ക് 16 വയസ്സ് വരെ ആയുസുള്ളൂ എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ആ 16ാമത്തെ വയസ്സാവുന്ന ദിവസം ശിവലിംഗത്തിൻ്റെ അടുത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ യമൻ്റെ കിങ്കരന്മാർ മാർക്കണ്ഡേയനെ കൊണ്ടുപോകാനായിട്ട് വന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ശക്തി കാരണം അവർക്ക് മാർക്കണ്ഡേയനെ യമലോകത്തേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ അതിനുശേഷം യമരാജൻ തന്നെ മാർക്കണ്ഡേയനെ യമലോകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വന്നു. പക്ഷെ ആ സമയത്ത് മാർക്കണ്ഡേയൻ ശിവലിംഗത്തിനെ കെട്ടിപ്പിടിച്ച് ശിവഭഗവാനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ യമൻ അദ്ദേഹത്തെ കൊണ്ടുപോകാനായിട്ട് തൻ്റെ കയ്യിലുള്ള കയറ് മാർക്കണ്ഡേയൻ്റെ കഴുത്തിൽ കുരുക്കി. ആ സമയത്ത് ആ കുരുക്ക് ശിവലിംഗത്തിനെ വരിഞ്ഞു മുറുക്കി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശിവലിംഗത്തിൽ നിന്ന് ശിവഭഗവാൻ വരികയും യമനെ അതിൽ നിന്ന് തടയുകയും ചെയ്തു. എന്നിട്ട് യമൻ്റെ അടുത്ത് പറഞ്ഞു, മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ സാധിക്കില്ല, മാർക്കണ്ഡേയൻ എന്നും 16 വയസ്സായിരിക്കും, മാർക്കണ്ഡേയന് മരണമില്ല. ഈ സംഭവങ്ങളൊക്കെ നടന്നത് നമ്മളിത് ഇപ്പോൾ സന്ദർശിക്കാൻ പോകുന്ന അമ്പലത്തിൽ വെച്ചിട്ടാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ നമ്മൾ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ച് ദേഹത്തോട്ട് പോകണം. ഇപ്പോൾ ചെരുപ്പ് അഴിച്ചു വയ്ക്കാനൊക്കെ അവിടെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫ്രീ ഓഫ് കോസ്റ്റാണ്, നമ്മളതിന് പൈസയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത് എല്ലാ അമ്പലത്തിലും ചെയ്യുന്ന മാതിരി കൈയൊക്കെ കഴുകി നമ്മൾ അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യുന്നത് ഒരു പശുവും അതിൻ്റെ കുട്ടിയും ഇങ്ങനെ കറങ്ങുന്നൊരു ശില്പമാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഈ അമ്പലമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഗോശാലയുണ്ട്. അത് നമുക്ക് അമ്പലം പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ ശേഷം ഗോശാല വിസിറ്റ് ചെയ്യാമേ. അപ്പോൾ ഈ അമ്മയും കുഞ്ഞും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് എന്തായാലും കാണാൻ. ഈ അമ്പലത്തിൻ്റെ മൊത്തത്തിലുള്ള ആർക്കിടെക്ചറും കൺസ്ട്രക്ഷനൊക്കെ വളരെ യുണീക്കാണ്. ഇതേ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചുമരിലെ ചുമർ ചിത്രം കണ്ടോ, അത്
മൃഗണ്ഡ മഹർഷി ശിവനെ തപസ് ചെയ്യുന്നതും ശിവൻ പിന്നീട് അദ്ദേഹത്തിന് അനുഗ്രഹം കൊടുക്കുന്നതുമായ ഒരു പോർട്രേറ്റാണ്. ഞങ്ങൾ ശ്രീകോവിലിന് മുമ്പിലെത്തി. അപ്പോൾ ഇവിടുത്തെ ശ്രീകോവിലിൽ ഉള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ കഥയുടെ ആ പോർട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. മാർക്കണ്ഡേയൻ ശിവലിംഗത്തിന് കെട്ടിപ്പിടിച്ച് കരയുന്നതും യമരാജൻ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ വരുന്നതും പിന്നീട് ശിവൻ അദ്ദേഹത്തെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നതുമാണ്. ശൂലം കണ്ടോ? അതെന്താ കണ്ടുവാ മാർക്കണ്ഡേയന് യമരാജൻ കൊണ്ടുപോകാൻ വരുന്നു. അപ്പം ശിവലിംഗത്തിന് കെട്ടിപ്പിടിച്ച് നിന്നു ഭഗവാൻ രക്ഷിക്കാൻ വന്നു. കണ്ടുവാ, അതാണ് ആ പ്രതിമ. അപ്പോൾ അവിടെ പ്രധാന ശ്രീകോവിൽ തൊഴുത് നമ്മൾ പ്രദക്ഷിണ വഴിയിൽ വരുമ്പോൾ ഇടത് ഭാഗത്ത് നമുക്ക് സംഭാവന നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അവിടെ അതെ മാർക്കണ്ഡേയ മന്ദിറിൻ്റെ ചരിത്രം കാണിക്കുന്ന ഫോട്ടോസ് ഉണ്ട്. കുഞ്ഞതിന് 30 രൂപയും കുറച്ചും കൂടി വലിയതിന് 130 രൂപയാണ്. അപ്പോൾ ഞങ്ങൾ ആ 130 രൂപയുടെ ഒരെണ്ണം വാങ്ങിച്ചു. ഞങ്ങൾ പ്രദക്ഷിണം നടത്തുവാണേ. ഇപ്പോൾ ഇതിൻ്റെ ആർക്കിടെക്ചർ കണ്ടോ? ഇത് ഈ അമ്പലത്തിൻ്റെ 4 ഭാഗത്തും ഇതേപോലെ മരത്തിൽ കൊത്തുപണികൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത്രയും ഡീറ്റെയിലിംഗ് ആയ നല്ല ഒരു കൺസ്ട്രക്ഷനാണ് ഈ മാർക്കണ്ഡേയ മന്ദിറിന് വരുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ പോകുമ്പോൾ ഒരു ശ്രീറാം ദർബാർ ഉണ്ട്, ശ്രീരാമൻ്റെ അമ്പലം. അവിടെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഹനുമാനും ഉണ്ട്. ഇതാണ് അത് ശ്രീറാം ദർബാർ. കണ്ടോ ശ്രീകോവിലിൻ്റെ അകത്ത്. അപ്പോൾ അവിടെ നമുക്ക് അകത്ത് കയറിയിട്ട് ഭജന ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പോൾ പക്ഷേ എല്ലാവരും പുറത്ത് നിന്നിട്ടാണ് തൊഴുന്നത്. അവിടെ ഞങ്ങൾ പ്രസാദം വാങ്ങിക്കാൻ പോവാണേ ഭഗവാന്റെ. ഇവിടെ 2 സ്ഥലത്തായിട്ടാണ് ഭഗവാന്റെ പ്രസാദം നൽകുന്നത്. അപ്പോൾ ഒന്ന് ഒരു പായസം പോലത്തെ ഒരെണ്ണം, പിന്നെ കൽക്കണ്ടുമാണ്. എന്തത് കഞ്ചേനി മനച്ചേ? ആ ഓക്കെ. ഇത് നമ്മൾ പ്രസാദ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചയാണ്. ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ സഹാബാദ് മാർക്കണ്ട എന്ന് പറഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് വരുന്ന ട്രെയിനത്. ഇനി ഞങ്ങൾ പോകുന്നത് അമ്പലത്തിലേക്ക് വരുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ ഒരു വലിയ റിവർ ഉണ്ട്, മാർക്കണ്ട റിവർ എന്ന് പറഞ്ഞിട്ട്. ഭഗവാൻ മാർക്കണ്ഡേയം മുനീൻ്റെ പേരിലാണ് നദി അറിയപ്പെടുന്നത്. അദ്ദേഹം ഇതിൻ്റെ സൈഡിലുള്ള ആശ്രമത്തിലാണ് തപസ് ചെയ്തിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നദി മുഴുവനായിട്ട് വറ്റി വരണ്ട് കിടക്കുകയാണ്. ആ മുകളിൽ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ട്രെയിൻ പോയ റെയിൽവേ ട്രാക്കാണ്. അത് വലിയ നദിയാണ്. പക്ഷേ കറക്റ്റ്. നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി അമ്പലത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു ശിവമന്ദിരം, അങ്ങോട്ട് പോവാണേ. ഉത്തരേന്ത്യയിലെ മറ്റ് അമ്പലങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. എല്ലായിടത്തും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അമ്പലമാണേ. ആ അതെ, ഞായറാഴ്ച ഫേമസ്. അതാ പറഞ്ഞേ, ഞായറാഴ്ചകളിൽ റൂമിന് വേണ്ടിയിട്ട് അവിടെ കോണ്ടാക്ട് ചെയ്യാൻ അവിടെ എഴുതി വെച്ചില്ലേ. ഞായറാഴ്ചകളും ശ്രാവണ മാസവുമാണ് മാർക്കണ്ഡേയ മന്ദിറിൽ ഒരുവിധം എല്ലാ ശിവക്ഷേത്രങ്ങളെയും പോലെ പ്രധാനപ്പെട്ടത്. ഇതാണിപ്പോൾ നമ്മൾ വന്ന മാർക്കണ്ഡേശ്വർ ശിവ് മന്ദിർ. മാർക്കണ്ഡേശ്വർ ശിവ് മന്ദിർ എന്നാണ് അതിൻ്റെ പേര്. ഇതാണ് ശ്രീകോവിൽ. മാർക്കണ്ഡേയൻ ഒരു തികഞ്ഞ ശിവഭക്തനായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അമ്പലമാണ്. പക്ഷേ അത് BC-യിലായിരുന്നു ആക്ച്വൽ അമ്പലം. ഇത് അതിന് ശേഷം റീകൺസ്ട്രക്റ്റ് ചെയ്ത് വന്ന അമ്പലമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മഹാഭാരതത്തിലുമൊക്കെ ഇതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ മാർക്കണ്ഡേശ്വർ ശിവമന്ദിറിന് നേരെ ഓപ്പോസിറ്റായിട്ട് നന്ദി, ഇതേ ഭഗവാനെ നോക്കിക്കൊണ്ട് നന്ദി ഇരിപ്പുണ്ട്. ഒരു വലിയ നന്ദീശ്വർ ഗ്രാമം അവിടെയുണ്ട്. ഇപ്പോൾ അമ്പലത്തിൻ്റെ സൈഡിൽ നമ്മൾ പ്രദക്ഷിണ വഴിയിൽ ഒരു തുളസി വനുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു തുളസിയൊക്കെ നല്ലോണം ഉണങ്ങി കരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ചുറ്റും നിറയെ മരങ്ങളാണ്. ഞങ്ങൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നടക്കുവാണ്. ഈ കാണുന്നത് കൂവള മരമാണ്. അതിനകത്ത് നിറയെ ഇലയും കായൊക്കെ ഉണ്ട്. ഇവർ 3 പേര് നെല്ലിക്ക കിട്ടുമോ നോക്കാൻ പോയിട്ടുണ്ടേ. ആദ്യം ഒരെണ്ണം വീണു, പഴയതാണ്. അതവർ കൂവളം പറിക്കുന്നതാണ്. അത് തരുമോ ചോദിക്കി, എന്നാൽ നമുക്ക് പറിക്കായിരുന്നു. നോക്കിയേ സാറേ, ഈ കൊമ്പിൽ നിറച്ചുകൊണ്ട് മുഖത്ത് നോക്കിയടാ.
സാറ് നാട്ടുകാരെ തലേക്കൊള്ളു. അപ്പോൾ ഇവിടെ രണ്ടുപേരും അതേ പൂജയ്ക്ക് വേണ്ടിയിട്ട് കൂവളത്തിൻ്റെ ഇല ശേഖരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ശിവഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അർച്ചിത വസ്തുവാണല്ലോ കൂവളത്തില എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആവണക്കിൻ്റെ കായും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവർ ആവണക്ക്, അതായത് കാസ്റ്ററും ഇവിടെ വളർത്തുന്നു. ഇത്രയും ഗ്രീനായ അമ്പലം ഞാൻ വേറെ കണ്ടിട്ട് കേട്ടോ. ഇതെന്ത് മരാന്നോമ്മ? സാറിനറിയാം ഇതേത് മരം? മൂത്തറിയോ? മാവൊക്കെ നോക്കിയേ, അതിൽ അണ്ണാൻ ആ മരം അത് ഈ വലിയ ഇലയുള്ള മരം ഇതെണ്ണപ്പന കണ്ട. ഇത് മാങ്ങേൻ്റെ സീസണിൽ വന്നാൽ ചിലപ്പോൾ നിറയെ മാങ്ങ ഉണ്ടാവും കേട്ടോ. നിറയെ മാവുണ്ട്. എണ്ണപ്പന ഇഷ്ടം പോലെ ഉണ്ട്. മാർക്കണ്ഡേയൻ കുഞ്ഞായോണ്ട് മാർക്കണ്ഡേയന് കളിക്കാൻ വേണ്ടി പാർക്ക് ഇല്ലേ, ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പാർക്കുള്ള അമ്പലം വേറെ കണ്ടിട്ടാ ഞാൻ. നടക്കാനൊക്കെ കുറേ സ്ഥലമുണ്ട്. ഇവർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. പാർക്ക് കണ്ടോ, നല്ല പാർക്ക്. പാർക്കിൽ പോവാ ഹനിയെ ചപ്പലിട്ട് വന്നിട്ട്. ഇവര് കൺസ്ട്രക്ഷനൊക്കെ അടിപൊളിയാണ്. ഇത് നോക്കിയ സാറേ, ഈ ഗേറ്റ് കണ്ട. ഇത് മരല്ല സാറേ, ഇത് കോൺക്രീറ്റ് ആണ്. അത് അവിടെ വൈറ്റ് കണ്ടില്ല ഹനി, അവിടെ പോയി. ഇനി ഞങ്ങൾ നേരത്തെ ചെരുപ്പ് സൂക്ഷിക്കാൻ വെച്ച സ്ഥലത്തേക്ക് പോവാണ്. ഇപ്പോൾ പോകുന്ന വഴി തന്നെ അവിടെ ഒരു ശ്രീ മാർക്കണ്ഡേശ്വർ മന്ദിർ ധാർമ്മിക് പുസ്തക് ഭണ്ഡാർ എന്ന് പറഞ്ഞിട്ട് ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ കുറേ പുരാണ പുസ്തകങ്ങളും പൂജാദ്രവ്യങ്ങളും രുദ്രാക്ഷമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളത് വെറുതെ നോക്കുമായിരുന്നു. എത്ര? ഓ പഞ്ചമുഖി, ഒന്ന് കാണിച്ചു തന്നെ. പഞ്ചമുഖി രുദ്രാക്ഷം. ഇതെത്ര? 30 രൂപയോ? അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ എടുത്തു. അതെ, അവിടെ ഇരുന്ന് ചെരുപ്പിടാനൊക്കെയുള്ള പ്രൊവിഷനൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് പാർക്കിൽ പോകണം. ഹനിതേ പാർക്കിൽ പോകണ്ട്. കുറച്ച് സമയം കളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എന്തായാലും കുറച്ച് സമയം കളിച്ചോട്ടെ അല്ലേ. നേരെ പിടിക്കണേ. അവിടെ പാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേപോലെ കുറേ കടകളും ചാട്ട് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ചാട്ട് ഭണ്ഡാറും അല്ലാണ്ട് കുറേ കളിപ്പാട്ട കടകളും അങ്ങനത്തെ കുറേ ഷോപ്പിംഗ് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ അമ്പലത്തോട് ബന്ധപ്പെട്ടിട്ട് ഒരു ഗോശാല ഉണ്ടെന്ന്. ഞങ്ങളിനി ഗോശാലയിലേക്ക് പോവാണ്. ഇത് നമ്മൾ അമ്പലത്തിലേക്ക് വരുന്ന വഴി തന്നെ റൈറ്റ് സൈഡിലായിട്ടാണ് ഗോശാലയിലേക്ക് പോകാനുള്ള വഴിയേ. ഗോശാലയിൽ പോകാനുള്ള വഴിയിലാണ് 2 വീലർ പാർക്കിംഗ് വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് 4 വീലർ പാർക്കിംഗ് ആയിരുന്നു. ഇപ്പോൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു റോഡാണത്. റോഡിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അത് നല്ല ഭംഗിയുള്ള കൺസ്ട്രക്ഷൻ അല്ലേ. ഗോശാലയിൽ നിന്നുള്ള ചാണകമാണെന്ന് തോന്നുന്നു അതിൻ്റെ പുറത്തതേ കൂട്ടിയിട്ടിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഗോശാലയിലേക്ക് നടക്കണം. ഒരു കുറച്ച് 2-3 മിനിറ്റ് നടക്കാനുണ്ടേ. ശ്രീ മാർക്കണ്ഡേശ്വർ മന്ദിർ ഗോശാല ആപ്കാ ഹാർദിക് സ്വാഗത് കർത്തി ഹേ. കണ്ട ഹനി, പശുവിന് തിന്നാനുള്ള സാധനങ്ങളൊക്കെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. പുല്ലൊക്കെ. വെറ്റനറി ഡിസ്പെൻസറി. ഓഹോ, ഇവിടുത്തെ പശുക്കൾക്ക് മാത്രമായിട്ട് ഇവിടെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. കണ്ടോ പശുവിന് തിന്ന. ഹനി, നമ്മൾ അന്നാ പച്ചക്കറി സ്ഥലത്ത് പോയപ്പോൾ കണ്ടില്ലേ പശുവിൻ്റെ തീറ്റ? അതാണ്. ഇത് നോക്കിയേ. നമ്മളെന്തോ കൊടുക്കാൻ വെച്ചിട്ട് വരുന്നുണ്ട്. അതൊന്നുണ്ട് നോക്കാം. അതെ, പോവാം. ശരി. ബുദ്ധിമുട്ടൊന്നുമില്ല എന്നേ. ഇതെന്തിൻ്റെയാണോ? ചോളത്തിൻ്റെ പുല്ലാന്ന്.
അങ്ങനെ ഞങ്ങളതേ ഗോശാലയൊക്കെ കണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മാർക്കണ്ഡേശ്വര മന്ദിരത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ യാത്രാ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.